ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കേരള PSCയുടെ ചില പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചിട്ടുള്ള ശരിയായത് ഏത്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. മൃദുഭാവേ ദൃഢകൃത എന്നതാണ് കേരള പോലീസിൻ്റെ ആപ്തവാക്യം. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. കേരള സേനയുടെ മേധാവിയാണ് DGP. അതും ശരിയാണ്. കേരള പോലീസിൻ്റെ മേധാവി എന്ന് പറയുന്നത് DGP ആണ്. അതും ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. കേരള പോലീസിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് തൃശ്ശൂരാണെന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. കേരള പോലീസിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൃശ്ശൂരാണ്. അപ്പം ഇതിൽ 1ഉം 2 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പം ഇതിൽ ആൻസർ വരുമ്പോൾ ഓപ്ഷൻ A ആണ് ശരിയായ ആൻസർ. 1ഉം 2 സ്റ്റേറ്റ്മെൻറ്റാണ് ശരി. രണ്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഭഗ്രാനഗർ സത്ലജ്, അത് ശരിയാണ്. ഭഗ്രാനഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദിയിലാണ്. രണ്ടാമത്തെ ഹിരാക്കുട്ട് സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ്, ശരിയാണ്. തെഖ്രിറാം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദിയിലല്ല, ഭഗീരഥയിലാണ് തെഖ്രിറാം സ്ഥിതി ചെയ്യുന്നത്. അപ്പം അത് തെറ്റാണ്. സർദാർ സരോവർ നർമ്മദ, അതും ശരിയാണ്. അപ്പം 1, 2, 4 ഈ 3 ഓപ്ഷൻസാണ് ശരിയായിട്ടുള്ളത്. അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ C, 1, 2, 4 ഇവയാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം നോക്കാം. വഡ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയേത്? ഒന്നാമത്തെ, കണ്ണൂർ ജില്ലയിലെ പാട്യാലത്ത് ജനിച്ചു. അത് ശരിയായിട്ടുള്ളതാണ്. വഡ്ഭടാനന്ദ കണ്ണൂർ ജില്ലയിലെ പാട്യാലത്ത് തന്നെയാണ് ജനിച്ചത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, 1906 സത്യപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. അതും ശരിയായിട്ടുള്ളതാണ്. മൂന്നാമത്തേത്, 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. അതും ശരിയായിട്ടുള്ളവയാണ്. അടുത്തത്, 1947 ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി. അത് തെറ്റായിട്ടുള്ളതാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ A. അടുത്ത ചോദ്യം നോക്കാം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഒന്നാമത്തത്, സവർണജാഥ ഇതിനോടനുബന്ധിച്ച് നടന്നതാണ്, ശരിയാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് സവർണജാഥ നടന്നത്, ശരിയാണ്. രണ്ടാമത്തെ, EV രാമസ്വാമി നായ്ക്ക് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു, ശരിയാണ്. മൂന്നാമത്തത്, സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിഭായ് ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. അതും ശരിയാണ്. നാലാമത്, ക്ഷേത്രപ്രവേശനമായിരുന്നു സത്യാഗ്രഹിയുടെ ആവശ്യം. അത് തെറ്റാണ്. അപ്പം ഇതിൽ ശരിയായിട്ടുള്ളത് 1, 2, 3 ഈ 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ A ആണ്. 1, 2, 3 മാത്രം. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പെടാത്തത് ഏത്? ഒന്നാമത്തത്, പ്രിസെപ്റ്റിക്സ് ഓഫ് ജീസസ്, ശരിയാണ്. രണ്ടാമത്, തുഫത്തൂർ മുവഹിദ്ദീൻ, ശരിയാണ്. മൂന്നാമത്തത്, ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ്, ശരിയാണ്. നാലാമത്തത്, സതിഹിത ബോധിനി, തെറ്റാണ്. അപ്പം രാജാറാം മോഹൻ രചനകൾ എന്ന് പറയുന്നത് 1, 2, 3 ഇത് 3ഉം രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പെട്ടതാണ്. അപ്പം പെടാത്തതെന്ന് പറയുന്നത് നാലാമതാണ്, സതിഹിത ബോധിനി. അപ്പം ഓപ്ഷൻ D ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായവ കണ്ടെത്തുക. കേരള മീഡിയ അക്കാദമി തൃശ്ശൂരല്ല, ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം, ശരിയാണ്. കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂർ, അതും ശരിയാണ്. കേരള ലളിതകലാ അക്കാദമി കാക്കനാട്, തെറ്റാണ്. അപ്പം ഇതിൽ ശരിയായിട്ട് വരുന്നത് 2ഉം 3ഉം ആണ്. അപ്പം ശരി ഉത്തരം ഓപ്ഷൻ A ആണ്. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഒന്നാമത്തത്, ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നഹീം താലീം, ശരിയാണ്. രണ്ടാമത്തത്, ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം, ശരിയാണ്. അതും ശരിയാണ്. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920 ശരിയാണ്. അടുത്തത്, ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിംഗ്സ്ലി ആണ്. അതും ശരിയാണ്. അപ്പം 1, 2, 3, 4 ഈ 4 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ D എല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ആൻസർ ഒന്നാമത്തത്, ഏഷ്യ ഡെവലപ്മെൻറ്റ് ബാങ്ക് ജനീവ, തെറ്റാണ്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് ഫിലിപ്പീൻസ് ആണ്. നാറ്റോ ബ്രസൽസ്, ശരിയാണ്. ഗ്രീൻ പീസ് ആംസ്റ്റർഡാം ആണ്, ശരിയാണ്. ഇന്റർപോൾ ലിയോൺ, ഇത് 3ഉം ശരിയാണ്. നാറ്റോ ബ്രസൽസ് ശരിയാണ്. ഗ്രീൻ പീസ്
ആംസ്റ്റർഡാം ഡാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇൻ്റർപോൾ, ലിയോൺ, ഇത് 3 ശരിയാണ്. അപ്പം ഇതിൽ തെറ്റായ ജോഡി എന്ന് പറയുന്നത് 1 മാത്രമാണ്. അപ്പം ഓപ്ഷൻ എ 1 മാത്രം. അടുത്ത ചോദ്യം, ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? ആൻസർ ഓപ്ഷൻ സി അബ്ദുൽ കലാം ആസാദ്. അടുത്തത്, ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത്? ആൻസർ ഓപ്ഷൻ ഡി നമച്ച ബർവ. അടുത്ത ക്വസ്റ്റ്യൻസ്, കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ്? ഓപ്ഷൻ സി കരീവ. ദേശീയ ഹരിത ട്രിബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ടാറ്റ് ഹോൾ മൈനിങ്. അടുത്ത ക്വസ്റ്റ്യൻ, ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകമേത്? ആൻസർ ഓപ്ഷൻ ഡി ടൈറ്റാനിയം ഓക്സൈഡ്. അടുത്ത ചോദ്യം, മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞ് പുളഞ്ഞ് ഒഴുകുന്ന നദീസൃഷ്ടിയുടെ ഭൂരൂപമെന്ത്? ആൻസർ ഓപ്ഷൻ ഡി ഓക്സ്ബോ തടാകങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, നൗറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത്? ആൻസർ ഓപ്ഷൻ എ കസാൻ, റഷ്യ. ഖൂർ, ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ സി പഞ്ചസാര വ്യവസായം. അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ ആഗോള സുസ്ഥിര വികസനം. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിൽ ഉള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി 70 വയസ്സിന് മുകളിൽ എല്ലാവരും. അടുത്ത ക്വസ്റ്റ്യൻസ്, ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം? ആൻസർ ഓപ്ഷൻ സി 2010. ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ എ കേരളം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 ഫ്യൂഡൽ നികുതി നൽകുക. ബാക്കി തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുക, നികുതി നൽകാതിരിക്കുക. ഈ രണ്ടും നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്. ഏതൊക്കെയാണ്? തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുകയും നികുതി നൽകാതിരിക്കുകയും ചെയ്യുക എന്നത് നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതിൽ ബന്ധപ്പെടാത്തതാണ് ഫ്യൂഡൽ നികുതി നൽകുക. അപ്പോൾ ഓപ്ഷൻ 2 ആണ് ശരിയായിട്ടുള്ളത്. ഇതിൽ ബന്ധമില്ലാത്തത് അപ്പം ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്തത്, താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി നവമഞ്ജരി. ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ധൊളാവിര. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചു എന്നത് തെറ്റാണ്. രണ്ടാമത്തത്, ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു, അത് ശരിയാണ്. ആനി ബസന്റാണ് ഭഗവത്ഗീത ഇംഗ്ലീഷിലോട്ട് വിവർത്തനം ചെയ്തത്. മൂന്നാമത്തെ, 1914 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആനി ബസന്റാണ്. അപ്പോൾ 2, 3 ആനി ബസന്റുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം ബന്ധമില്ലാത്തത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 1 മാത്രം. പാഞ്ചാലി ശപഥം എഴുതിയത് ആരാണ്? ആൻസർ സുബ്രഹ്മണ്യ ഭാരതിയാണ് പാഞ്ചാലി ശപഥം എഴുതിയത്. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ ഡി ഇ.വി. രാമസ്വാമി നായ്ക്കർ. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ ബി തെലങ്കാന.